ദുബായിൽ നിന്നും കപ്പൽ മാർഗം എത്തിച്ച ഇരുചക്ര വാഹനം കൗതുകമാകുന്നു. വിദേശ രാജ്യങ്ങളിൽ രാഷ്ട്രത്തലവന്മാരുടെ സുരക്ഷാ യാത്രയിൽ മുന്നിൽ അകമ്പടിയോടെ പോകുന്ന ഗോൾഡ് വിംഗ് ഇരുചക്ര വാഹനമാണ് വാഹനപ്രേമികൾക്ക് കൗതുകമാകുന്നത്. ദുബായിൽ നിന്നും കമ്പക്കാരനായ മലപ്പുറം ഹാജിയാർ പള്ളി സ്വദേശിയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വാഹനം നാട്ടിലെത്തിച്ചത്. കേൾക്കുമ്പോൾ അത്ഭുതമായിരിക്കാം, കാണുമ്പോൾ കൗതുകവും. കാറിനോളം പോകുന്നൊരു ബൈക്ക്, കാഴ്ചയിൽ കാറിനെ വെല്ലുന്നവൻ, വില 31 ലക്ഷം രൂപ. ഇനി എവിടെയാണ് ആ ബൈക്ക് എന്നാണ് അന്വേഷിക്കുന്നതെങ്കിൽ ആൾ അമേരിക്കയിലോ ജപ്പാനിലോ അല്ല, നമ്മുടെ സ്വന്തം മലപ്പുറത്താണ്. അതും ഹാജിയാർ പള്ളിയിൽ. പേര് ഹോണ്ട ഗോൾഡ് വിംഗ്. മലപ്പുറം ഹാജിയാർ പള്ളി സ്വദേശി മന്നിശ്ശേരി ഫാജിസ് ആണ് ഗോൾഡ് വിംഗ് ബൈക്ക് മലപ്പുറത്തെത്തിച്ചത്. ദുബായിൽ ബിസിനസ് നടത്തുന്ന ഫാജിസ് അവിടെ ഉപയോഗിക്കുന്നതാണ് ഈ വാഹനം. നാട്ടിലുള്ളവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇവനെ നാട്ടിലെത്തിച്ചത്. കഴിഞ്ഞ മാസം 24-ന് ഗോൾഡ് വിംഗ് കടൽ മാർഗം കൊച്ചിയിലെത്തുകയും അവിടുന്ന് ഫാജിസ് തന്നെ റോഡ് വഴി ഹാജിയാർ പള്ളിയിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു. എങ്കിലും ചൊവ്വാഴ്ചയാണ് ബൈക്ക് പുറത്തിറക്കിയത്. 1800 cc എഞ്ചിനാണ് ബൈക്കിന്, അതായത് വലിയ കാറിന്റെ എഞ്ചിന് തുല്യം. അതിനാൽ ഓടിക്കാൻ പ്രത്യേക പരിശീലനവും ആവശ്യമാണ്. 250 കിലോയാണ് ഭാരം. നഗരത്തിൽ 5 മുതൽ 8 കിലോമീറ്റർ വരെ കമ്പനി ബൈക്കിന് മൈലേജ് അവകാശപ്പെടുന്നുണ്ട്. റിവേഴ്സ് ഗിയർ അടക്കം 6 ഗിയറാണുള്ളത്. ഓടിക്കുന്ന ആൾക്ക് വേണ്ട ഉയരത്തിനനുസരിച്ച് ബൈക്കിന്റെ ഉയരവും ക്രമീകരിക്കാം, അതും ഹൈഡ്രോളിക് സിസ്റ്റം വഴി. ഓടിക്കുമ്പോൾ കാറിലുള്ളതിനേക്കാൾ മുടക്കത്തിൽ ആസ്വദിക്കാവുന്ന മ്യൂസിക് സിസ്റ്റവും ബൈക്കിന്റെ 4 ഭാഗത്തുണ്ട്. ഇതുവഴി ഗോൾഡ് വിംഗിലൂടെ രാജകീയമായ സുഖയാത്ര ലഭിക്കുന്നുവെന്ന് ഫാജിസ് മലബാർ ടൈംസ് ന്യൂസിനോട് പറഞ്ഞു. ഇത് കൊച്ചിയിൽ കടൽ മാർഗം, ദുബായ് ടു കൊച്ചി കടൽ മാർഗത്തിൽ. ബൈക്കിൽ പണ്ടേ ഒരു ക്രേസ് ഉണ്ടായിരുന്നു, അത് അപ്പോൾ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പം അങ്ങനെ നമ്മളെ നിർത്തികളിൽ പരിചയപ്പെടുത്താന്നുള്ള ഉദ്ദേശത്തോടു കൂടി എത്തിച്ചാണ്. ഭയങ്കര ക്രൗഡാണ്, ആൾക്കാർ ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കി. ആകെ ട്രാഫിക് ആവണം ഇരിക്കുന്ന റോട്ടിലൊക്കെ. 3 മാസം കൂടി ബൈക്ക് കമ്പക്കാരായ മലപ്പുറത്തുകാർക്ക് വേണ്ടി സ്വർണ്ണച്ചിറക് വിടർത്തി ജില്ലയുടെ വിവിധയിടങ്ങളിൽ പാറിപ്പറന്ന് നടക്കും. മുരളി കൂടൂർ, മലബാർ ടൈംസ്.